നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് സുസ്മിതയാണ്. സ്വാഗതം ചെയ്യാം. സുസ്മിത, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? പറയൂ സുസ്മിത. സുഖം. ഇപ്പൊ സുഗമോ ദേവി, അതെ അതെ, അത് എല്ലാ പ്രേക്ഷകരും ഇങ്ങനെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ഫ്ലവേഴ്സിൽ ഇങ്ങനെ ഡെയിലി അതിന്റെ കാണുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലൊക്കെ ആയിരിക്കും. അതെ അതെ. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് സുസ്മിത എത്തിയത്? ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്തത്, പിന്നെ ആൽബം ചെയ്തു. അതിലൊരു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, ഭൂമി ചിത്രയുടെ ഓഡിഷൻ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോയി. ഫസ്റ്റ് ഓഡിഷനിൽ തന്നെ കിട്ടി. അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ടാണ്. എവിടെയാണ് സ്ഥലം അപ്പോ? ഞാൻ ഗുരുവായൂരാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എപ്പോഴും കൂടെ ഉള്ള ഒരാളാണ്. അമ്പലത്തിലൊക്കെ എപ്പോഴും പോകുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ബ്രേക്ക് കിട്ടി നാട്ടിൽ പോയി എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. സന്തോഷമായാലും ദുഃഖമായാലും ഗുരുവായൂരപ്പൻ. ഓക്കെ, നമ്മളത് ഇന്നൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പനീറാണ്. ഒരിത്തിരി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള പനീർ ചട്പട്ട എന്ന് പറയുന്ന ഡിഷാണ്. ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഒരു കുക്ക് നല്ല ഫുഡി ആണോ, അല്ലെ ഭക്ഷണം കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ? ആവശ്യത്തിനൊക്കെ പട്ടിണി എടുക്കില്ല. അതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വീട്ടിൽ ആരാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്? വീട്ടില് അമ്മ നന്നായി കുക്ക് ചെയ്യും. പിന്നെ അമ്മാമ്മയുടെ മാമ്പഴ പുളിശ്ശേരി. ലൊക്കേഷനിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചിരിക്കുമ്പോൾ വീട്ടിലെ അതെനിക്ക് മിസ് ചെയ്യുന്നു തോന്നുന്ന അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാണ്? ചാള ചുട്ടതില്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ മഞ്ഞപ്പൊടിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അച്ഛനും കൂടിയിട്ടാണ് കൂടുതലായിട്ടും കഴിക്കലും ഉണ്ടാക്കലും രണ്ടുപേരും കൂടിയിട്ട് ഉണ്ടാക്കും. ഷെഫിന് ചെറുപ്പത്തിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം തോന്നി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വന്ന ഒരാളാണ്. അപ്പൊ സുസ്മിത, എന്തൊക്കെയാണ് സുസ്മിതയുടെ ഹോബീസ്? സിനിമ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ലൊക്കേഷനിൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അധികം കുക്ക് ചെയ്യൽ കുറവാ. ഏറ്റവും കംഫർട്ടായിട്ട് ഉണ്ടാക്കുന്ന ഡിഷ് ഏതാണ്? അത് പരിപ്പ് കുത്തി കാച്ചി. പേരെന്ന് പറഞ്ഞാൽ പരിപ്പ് കുത്തി കാച്ചില്ലേ? പരിപ്പ് കുത്തി കാച്ചിയത്. അത് മുളകൊക്കെ ചാള ചുട്ടത്, പരിപ്പ്. വേറെ എന്തൊക്കെ ഡിഷുകളാ? പേര് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് എണ്ണയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് നോർത്ത് ഇന്ത്യൻ പനീറിന്റെ ഡിഷാണ്. അതിനോടൊപ്പം കുറച്ച് സവാള, പച്ചമുളക്, ലേശം ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതാണ്. പഠിച്ചതും എല്ലാം ഇവിടെ തന്നെയാണ്? ഞാൻ ഗുരുവായൂർ തന്നെ പഠിച്ചു. അപ്പൊ ഇത് ചെറുപ്പത്തിൽ മുതലേ ഒരു അഭിനേതാവ് ആവണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്? ചെറുപ്പത്തില് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനോടും ഒരു നാണം കൂടുതലുള്ള ഒരാളായിരുന്നു. എല്ലാം പെട്ടെന്ന് പോയും ചെയ്യുന്നില്ല. ആരെങ്കിലും പുഷ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ല, മൊത്തത്തില് ഒരു 10th കഴിഞ്ഞ് +2 ആ സമയത്തൊക്കെ ഭയങ്കര നാണക്കാരിയായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ ഞാൻ എങ്ങനെ ഈ ഫീൽഡിൽ എത്തിയെന്നാണ് അവർക്ക് ഡൗട്ടാണ്. അതിശയത് തോന്നുന്നു. അപ്പൊ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അധികം ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഈ ഫീൽഡ് ആയതുകൊണ്ട്. ഈ ക്യാരക്ടർ ചെയ്ത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അവർക്കും ഇഷ്ടമായി. മിനി സ്ക്രീനിന്റെ പ്രത്യേകത ഒരു സിനിമയാണെങ്കിൽ ഒരു തവണ പോയി തിയേറ്ററിൽ കാണും, പിന്നീട് അത് TV വരുമ്പോൾ ഒരു 1 ഓഫ് ടൈം അല്ലെങ്കിൽ റിപ്പീറ്റ് വരും, അല്ലെങ്കിൽ പോയി കാണും. ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും വീട്ടുകാരുടെ അവരുടെയൊക്കെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്ന് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുമ്പോ ഒക്കെ? ഒരുപാട് സന്തോഷം തോന്നിട്ട്. എന്ന് പറഞ്ഞാല് അവരെ വീട്ടിലൊരു കുട്ടിയെ പോലെയാണ് എന്നെ കാണുന്നത്. അപ്പൊ ആ ഒരു അടുപ്പത്തിലാണ് അവര് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും അതുപോലെ റെസ്റ്റോറന്റിൽ പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ കാണുക കൂടുതലായിട്ട് ആൾക്കാരെ. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം ഇങ്ങനെ നമ്മളൊരു മോളെ പോലെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം. അവരുടെ ക്യാരക്ടർ നല്ല ആയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം. ഇപ്പൊ വീണ്ടും നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഈ ക്യാപ്സിക്കം, ഉള്ളി ഇതങ്ങനെ ഇട്ടു. അതിനുശേഷം തക്കാളി അരച്ച പേസ്റ്റാണ്. ഇതിനകത്ത് കുറച്ച് മസാല ഇട്ടതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യുന്നൊരു ഡിഷായിട്ടാണ് വരിക. എന്നിട്ട് പനീറും ക്യാപ്സിക്കം ഉള്ള ബട്ടറിൽ ഗ്രില്ല് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്യുക. മസാല ഇങ്ങനെ റെഡി ആവുകയാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താണ്. എത്ര ദൂരമുണ്ട് വീട്? ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ചെറുപ്പം മുതലേ കുട്ടിക്കാലം മുതലേ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കണ്ടു വളർന്നതാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം ചിലപ്പം വെജിറ്റേറിയൻ ആയിട്ട് വരും. അങ്ങനെയാണ്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ട ഒരു സംഭവം. ഈ ഒരു ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇനി ഒരു പാനിനകത്ത് ബട്ടർ ഇട്ടിട്ടാണ് ആ ചെയ്യുന്നത്.
ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സുഗമോദേവിയിലെ കഥാപാത്രം എങ്ങനെയാണ്? പാവം പിടിച്ചൊരു പെൺകുട്ടിയാണ്. പക്ഷെ സാഹചര്യങ്ങൾ അവളെ കുറച്ചും കൂടി തന്റെ അടുത്തോട് കൂടി നടക്കാനായിട്ട്. ആ കഥാപാത്രം റിയൽ ലൈഫിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ക്യാരക്ടർ ആവുമ്പോ മാത്രമാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാൻ സുസ്മിതയായി നിൽക്കുമ്പോ ഇതൊന്നും എനിക്ക് കുറച്ചുകൂടി സംസാരിക്കാൻ തുടങ്ങിയിട്ടാ. സംസാരിച്ച ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ. അതിപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് കുറച്ചേ സംസാരിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്തോ കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇനി അതിന്റെ മസാല ആഡ് ചെയ്യാണ്. കുറച്ച് മുളക് പൊടി. ഇത് ഇപ്പൊ എരിവൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ഇടാം. ഗരം മസാല. ഷെഫ് ഒരു എപ്പിസോഡില് ഞണ്ടുകറി ഉണ്ടാക്കിണ്ടായിരുന്നു. അതെ അതെ അതെ. എനിക്ക് ഞണ്ടുകറി ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് എനിക്കത് ടിവിയിലൂടെ വെച്ചാലും ഭയങ്കര കാണുമ്പോ തന്നെ അറിയാം അതെങ്ങനെയുണ്ട് എന്നുള്ളത്. ഞണ്ട് ഇഷ്ടമുള്ളൊരു ആളാണ്. അതെ അതെ. ഓക്കെ. എന്തൊക്കെ തരം ഫുഡ് കഴിക്കും? ഇപ്പൊ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കേരള ഭക്ഷണം അല്ലാതെ എന്ത് സുസ്മിത കഴിക്കാൻ താല്പര്യമുള്ള ഭക്ഷണം എന്തൊക്കെയാണ്? കള്ള് ഷാപ്പിലെ കറികളൊക്കെ ഇഷ്ടമാണ്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള കഴിക്കാന്. തലക്കറി മീൻ്റെ തലക്കറിയൊക്കെ എടുത്ത് കപ്പയൊക്കെ ആയിട്ട് കഴിക്കും. ഓ, ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ പനീറൂടെ ആഡ് ചെയ്യാണ്. ആവശ്യമുള്ള ഉപ്പിട്ടു. ലേശം ടൊമാറ്റോ കെച്ചപ്പ്. ഒരു സൈഡിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രില്ല് ചെയ്യാനായിട്ട് ക്യാപ്സിക്കം ഇടുകയാണ്. കുറച്ച് ഓണിയൻ്റെ ക്യൂബ്സ്. ഓൾറെഡി ഇതിനകത്ത് ഉള്ളിയുണ്ട്. ഇതിന് സൈഡിൽ ഇത് രണ്ടും കൂടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് ഗ്രില്ലാവുക, ഈ മസാല റെഡി ആവുന്ന അതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. സുസ്മിത ഇപ്പം നമുക്ക് കുറേ വേഷങ്ങളൊക്കെ നല്ലത് അഭിനയിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരാളാണ്. ഇതൊന്നും ആയിരുന്നില്ലെങ്കിൽ, സിനിമയല്ല അല്ലെങ്കിൽ അഭിനയമല്ല, വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ സുസ്മിതയ്ക്ക് എന്താവാനായിരുന്നു താല്പര്യം? അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു അംബിഷൻസ് ഉണ്ട്. MBA കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റർ അക്കൗണ്ടിങ് ഒക്കെ പഠിച്ച് PSC ഒക്കെ എഴുതി ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോവാനായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ എൻ്റെ അങ്കിള് പറഞ്ഞു കേട്ടാ, ഈ ഒരു ഫീൽഡ് നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഇപ്പോൾ ഓഡിഷന് പോയപ്പോഴായാലും അധികം അങ്ങനെ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് നാണം ഉണ്ടെന്ന് പുറത്ത് കാണിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഇത്രയും 200 എത്ര കുട്ടികളുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഡിഷൻ ആയിരുന്നു. അപ്പൊ അതിന്ന് എന്നെ സെലക്ട് ആയപ്പോ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഗുരുവായൂരപ്പന് എനിക്കായിട്ട് ഇട്ട എന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരണ്ടേ. അപ്പൊ അതിനായിട്ട് ഗുരുവായൂരപ്പൻ തന്ന ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അക്കൗണ്ടന്റ് ആയിട്ട് ബാങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് വന്ന അവസരത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഷോട്ട് കഴിഞ്ഞ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മാറിയിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എല്ലാവരായിട്ടും കമ്പനിയായി. ഇപ്പൊ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യുന്നുണ്ട്. ലേശം ബ്ലാക്ക് പെപ്പറൂടെ ഈ പനീറിന്റെയും ക്യാപ്സിക്കത്തിന്റെയും ഉള്ളിയുടെയും കൂടി ഇടുകയാണ്. ഇപ്പൊ ഏകദേശം അതിങ്ങനെ റോസ്റ്റായി വന്നു. അപ്പോൾ നമ്മുടെ മസാലയും റെഡിയായി. ഇനി മസാലേനെ ഒന്ന് ഗ്രേവി ആക്കാൻ വേണ്ടി ഇതിനകത്ത് കുറച്ച് തൈരാണ് ചേർക്കുക. നല്ല കട്ട തൈരാണ് വേണ്ടത്. അപ്പോൾ ആ സ്പൈസൊക്കെ മാറിയിട്ട് ഇത് ടൊമാറ്റോ ഒക്കെ ഇതൊരു മിക്സ്ഡ് ഗ്രേവിയാണ്. ഇപ്പോൾ റൊട്ടിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇത് ഓൾറെഡി പനീറിൻ്റെ കളറൊക്കെ മാറി റോസ്റ്റായി. ഇനി ഇതിനേക്ക് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാണ്. ലേശം കസൂരി മേത്തി അറിയാലോ അല്ലേ? ഉലുവയുടെ ഇല. ഇത് ഒരു ഈ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ പനീർ മക്കിനി അതിൻ്റെ അവിടെ ഒക്കെ ചേരുന്നതാണ്. ഇത് ലേശം ഇട്ടു. കുറച്ച് മല്ലിയില. യെസ്. ഇത് ഓൾറെഡി ആ ബട്ടറിനകത്ത് സോട്ട് ചെയ്ത പനീറും അതുപോലെ മസാല, തൈര്, കെച്ചപ്പ്, സ്പൈസ്, ഉള്ളി ഇതെല്ലാം കൂടെ ആയി. സുസ്മിത, ഇപ്പോൾ നമ്മൾ മിനി സ്ക്രീനിൽ കുറേ വേഷങ്ങളൊക്കെ ആയി. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഒരു ബിഗ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം ബിഗ് സ്ക്രീനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്? അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും ഒരു ഡയറക്ടറുടെ ഒരു കോൾ വരാം, അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഈ ഒരു വേഷത്തിന് പറ്റിയ ഒരാളാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനി ടൈം യു ക്യാൻ എക്സ്പെക്ട് എ കോൾ ഫ്രം എ ഗുഡ് പ്രൊജക്ട്. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്തിട്ട്, കാരണം ഓൾറെഡി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, യു ക്യാൻ ചൂസ് യുവർ ഏത് രീതിയിലുള്ള കഥാപാത്രം വേണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്ന് റെഡിയായിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി
വേണ്ടിയിട്ട് സുസ്മിത എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് വലിയ ആഗ്രഹമാണ് കേട്ടോ ബിഗ് സ്ക്രീനിൽ വരണം എന്നുള്ളത്. അതെന്തായാലും ഉണ്ടാവും, അതെല്ലാവരും മനസ്സിലുള്ളതാണ്. അതുപോലെ നല്ലൊരു റോള് മഞ്ജു ചേച്ചിയൊക്കെ ചെയ്യണ പോലെയുള്ള മനസ്സിൽ തട്ടണ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഏതെങ്കിലും മഞ്ജു വാര്യർ അഭിനയിച്ച പഴയ ഇപ്പൊ വരുന്ന ആദ്യത്തെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുറെ നല്ല കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കന്മദം, അതൊക്കെ കഥാപാത്രം ഇപ്പോഴത്തെ ക്യാരക്ടറിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആണ്. സമ്മർ ഇൻ ബെത്ലഹേമിൽ മഞ്ജു വാര്യർ അഭിനയിച്ച ഭയങ്കര അടിച്ചുപൊളി, എന്നാൽ ലാസ്റ്റ് ഭയങ്കര ഇമോഷണലും സെന്റിമെന്റ്സ് ഒക്കെ ആണ്. അത്തരം കഥാപാത്രം കിട്ടിയ ചലഞ്ച് ആയിട്ട് ചെയ്യൂലേ? കഥാപാത്രം വന്നാൽ ചെയ്യും. ഓക്കെ, റിയൽ ലൈഫിൽ ഞാൻ അങ്ങ് ഒതുങ്ങി. ഓക്കെ, ശരി. ഇത് നമ്മുടെ റെസിപ്പി ഏകദേശം ഉണ്ട്. ഇത് പനീർ നല്ല പെരണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക രുചിയുള്ളൊരു ഡിഷാണ്. റൊട്ടി, ചപ്പാത്തി, അതേപോലുള്ള ഡിന്നർ ടൈമിൽ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. സിമ്പിളായിട്ട് പനീർ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നു, ക്യാപ്സിക്കവും അതുപോലെ ഓണിയനും ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റി പിന്നീട് ഒരു പാനിനകത്ത് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് വഴറ്റുന്നു. അതിലേക്ക് പച്ചമുളക്, കുറച്ച് സവാള നന്നായിട്ട് മിക്സ് ചെയ്തു. ടൊമാറ്റോയുടെ പേസ്റ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തത്. അതിനുശേഷം ടൊമാറ്റോയുടെ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ആ മിക്സർ ഒന്ന് ഗ്രേവി ഒന്ന് സെറ്റ് ആയതിനു ശേഷം കുറച്ച് നല്ല കട്ട തൈര് ചേർത്തിട്ട് ആ ലായനി റെഡിയാക്കി. അതേ സമയത്ത് തന്നെ ഒരു പാനിനകത്ത് ബട്ടർ ചേർത്തു, പനീർ ഇട്ടു, അതിലേക്ക് ഓണിയൻസും അതുപോലെ ക്യാപ്സിക്കോടെ ഒരു 5 മിനിറ്റ്സ് സ്ലോ ഹീറ്റിലൊന്ന് റോസ്റ്റ് ചെയ്തു. ലേശം ബ്ലാക്ക് പെപ്പർ ഇട്ടതിന് ശേഷം ഇതിനകത്ത് മിക്സ് ചെയ്തു. അതിന് അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇത് കസൂരി മേത്തിയും മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പനീർ ചട്പട്ട റെഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. സുസ്മിത, ദേ പനീർ ചട്പട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ കന്മദത്തിലേക്ക് വേഷം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് അപ്പോൾ ആ നന്ദനം എങ്ങാനും ഒരു പാർട്ട് 2 എങ്ങാനും വന്നാൽ ആ ഡയറക്ടർ രഞ്ജിത്ത് സാറൊക്കെ ഇനിയിപ്പോൾ നവ്യ അഭിനയിച്ചില്ലെങ്കിൽ നേരെ പിന്നെ കൊണ്ടുപോയി അഭിനയിപ്പിക്കേണ്ട കാര്യമില്ല, ബിഹേവ് ചെയ്താൽ മതി. ഇത് ഇവിടെ തന്നെ ഒരു 4-5 തവണ ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പോൾ അതേ എനിക്ക് പെട്ടെന്ന് നിങ്ങൾ കന്മദം പറഞ്ഞപ്പോൾ എനിക്കത് ഓടിയെത്തിയത് ആ മനസ്സിൽ നന്ദനമാണ്. നന്ദനത്തിൽ സുസ്മിത ബാലാമണിയായിട്ട് ഞാൻ അങ്ങ് സങ്കല്പിച്ചപ്പോൾ ഏകദേശം അതിന് കറക്റ്റായിട്ടൊരാളാണ്. പക്ഷേ ഇത് കഴിക്കാൻ ഇനി ഞാൻ കുറച്ചു കാലം വെജിറ്റേറിയൻ ആയിരുന്നു. ഓക്കെ, ഒരു 2-3 വർഷത്തോളം. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് പനീറാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബാക്കിയുള്ളതിനെക്കാട്ടിൽ പനീറായിരിക്കുമല്ലോ. താങ്ക് യു. ഇത് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. ഇനി ചിലപ്പോൾ ഈ ഷോ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ, ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടാൽ മതി. അപ്പൊ ക്യാപ്സിക്കം ഇട്ടിട്ട് എന്തായാലും ഇത് വീട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. സുസ്മിത, ഈ ഷോയിൽ വേറെ ഗസ്റ്റ് കൂടെ ഉണ്ട്. അവരുടെ ഒരു ഭക്ഷണം ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഗസ്റ്റ് കോഴിക്കോട് നിന്ന് അമൃത രാജാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. അമൃത, വെൽക്കം. എൻ്റെ പേര് അമൃത, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഫുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്കൊരു സ്ട്രെസ് ബസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പുതിയ തരം ഫുഡ് ട്രൈ ചെയ്യാനും അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് സംഭവം, പറയൂ. ഇത് കാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. പ്രോൺസ് മസാലയാണ്. ഇത് അരിയുണ്ടയാണ്, പപ്പായ വെച്ചിട്ട് ചെയ്തതാണ്. പപ്പായ വെച്ചിട്ടുള്ള അരിയുണ്ട. ഓക്കെ. കോഴിക്കോട് എവിടെയാണ് അമൃത? കോഴിക്കോട് പൂനൂര്, താമരശ്ശേരിക്കടുത്ത്. എന്താണ് ഈ ഭക്ഷണമായിട്ട് ബന്ധം? ഈ ഷോയ്ക്ക് വരാനുള്ള കാര്യം എന്താണ്, പറയൂ. ഷെഫിനെ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് റീസൺ. താങ്ക് യു സോ മച്ച്. ഭക്ഷണം ഇഷ്ടമുള്ള ഒരാളായിരിക്കും. അപ്പൊ ഇതൊക്കെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ്? അതെ അതെ, ഉണ്ടാക്കാറുണ്ട്. ചെറുപ്പം തൊട്ടേ കുക്കിംഗ് ഇഷ്ടമാണ്. എങ്ങനെയാണ് ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഭക്ഷണം ഇതിപ്പോ ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം നിങ്ങളുടെ ഭക്ഷണത്തോടുള്ള ആ ഒരു പ്രണയം. അത് എങ്ങനെയാണ് അത് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യാൻ ആഗ്രഹം? ഭക്ഷണം ആദ്യം തൊട്ടേ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം എവിടെ എന്തെങ്കിലും പുതിയ ഡിഷസ് ഒക്കെ ഹോട്ടൽസിലൊക്കെ കണ്ടാൽ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം അത് എന്താണ് റെസിപ്പീസ് എന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരാറുണ്ട്. അപ്പം അതങ്ങനെ അറിഞ്ഞ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. എന്ത് ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടാൽ എനിക്ക് അതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എഫർട്ട് എടുക്കും. ഏത് റെസിപ്പി ആയാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീട്ടിൽ ട്രൈ ചെയ്യുക, കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള
വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ്. അതെ അതെ. ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഷോപ്പൊക്കെ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് തരം? എനിക്ക് നാടൻ ഫുഡാണ് ഭയങ്കര ഇഷ്ടം. കപ്പ ബിരിയാണി, അങ്ങനത്തെ ഫിഷ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ചും കൂടെ നാടൻ ഫുഡ് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു ഹോട്ടൽ. തീർച്ചയായിട്ടും. അതിപ്പോൾ ഒന്നാമത് കോഴിക്കോടാണ് സ്ഥലം. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ പ്രേമികളുടെ പറദീസയാണ്. എന്തുണ്ടെങ്കിലും അവർ വന്ന് കഴിക്കും. നല്ലതാണെങ്കിൽ ഭയങ്കര കയ്യും മെയ്യും നിറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു ചെറിയ രീതിയിൽ ഒരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ അറിയാവുന്ന റെസിപ്പികളൊക്കെ ഒന്നുകൂടെ പ്രൊഫഷണലാക്കി അതിനെ കുറച്ച് നാളൊരു റെസ്റ്റോറൻറ്റ്സിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒരു 2-3 months ഒക്കെ ഒന്ന് പോയി അതിൻ്റെ ഒരു ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചിട്ട് ഒരു ലേഡി എൻ്റർപ്രണർ എന്ന നിലയിൽ അതിപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് അവർക്കുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഭക്ഷണം ഇത്രയും നാൾ അറിയാം, അത് സ്വന്തമായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള നമുക്ക് പാഷനായിട്ടുള്ള ഒരു കരിയറിലേക്ക് കൊണ്ടുപോവുകയും അതൊരു സംരംഭമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് ഭയങ്കരമായിരിക്കും. വേറെ ജോലി ചെയ്താൽ കിട്ടാവുന്നതിൽ കൂടുതൽ അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ ഇതത്ര ഈസി ഉള്ളൊരു കാര്യമല്ല. കാരണം ഒരു ബിസിനസ് ആയിട്ട് വരുമ്പോൾ അതിൻ്റേതായ ചാലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചെറിയ രീതിയിൽ ചെയ്താൽ നമ്മുടെ ഒരു ഹാപ്പിനെസ്, അതിനോടൊപ്പം അതൊരു സാമ്പത്തികമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവും. കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് വരുന്ന സംഭവം ഒറ്റയ്ക്ക് ചെയ്തു, അതിനുശേഷം 1-2 പേർക്ക് ജോലി കിട്ടും. അത് മെല്ലെ വളരുന്നതനുസരിച്ചിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാഷനുണ്ട്. ചെറുപ്പം മുതലേ ഉള്ളൊരു ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പാഷൻ നമ്മൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യത്തിന് എടുക്കുന്ന എഫർട്ട് കൂടുതലിടുമ്പം അതിൻ്റെ റിസൾട്ട് വരുന്ന ഭയങ്കര വേഗത്തിലായിരിക്കും. ഭയങ്കര മൾട്ടിപ്പിൾ ടൈംസ് ആയിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും. അതായത് ഇതുപോലെയൊക്കെയുള്ള അഭിനയത്തിന് കിട്ടുന്ന ആൾക്കാർ. സോ അപ്പോൾ എന്തായാലും അമൃത ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കുക. നമ്മുടെയൊക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് കോഴിക്കോട് എല്ലാവർക്കും വെൽക്കം ചെയ്യുന്ന. കറന്റ് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ ചെയ്യാനാണ് താല്പര്യം? കുറച്ചായിട്ടുള്ള ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പൊ എനിക്കൊരു ചെറിയൊരു കുക്കിംഗ് ചാനലൊക്കെ ഉണ്ട്. കോൺഫിഡന്റ് ഫുഡി എന്നാണ് പേര്. അതിൽ തന്നെ ഞാൻ വൈറ്റ് ഫീൽഡുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് പൊതിച്ചോറ് എടുത്തിട്ട് റിവ്യൂ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഷെഫിനെ പറ്റി പറഞ്ഞിട്ടൊക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വരും. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. യെസ്. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്. ഓക്കെ, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്. അടിപൊളി. ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ്. ഒന്നും ഇട്ടിട്ടില്ല, ഒനിയൻ ഇല്ല, ഗാർലിക്, ജിഞ്ചർ ഒന്നുമില്ല. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കുറച്ച് പുളി, അതേപോലെ തന്നെ നല്ല സ്വാദ്. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ചെമ്മീൻ കഴിക്കല്ലോ അല്ലേ? കുക്കായി കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഉള്ളിയില്ല, തക്കാളി ഇല്ല, വെറും സ്പൈസസും പ്രോണും മാത്രം ഇട്ടിട്ട് ചെയ്ത ഡ്രൈ ആയിട്ട് പുളി മാത്രം അല്ലേ? എന്ത് പുളിയാണ്? വാളംപുളി. എന്താണ് ഇതിന്റെ സ്പെഷ്യൽ? എന്തായിരുന്നു പറഞ്ഞേ? പപ്പായ ഇതിനകത്ത്. അതെ അതെ അതെ. പിന്നെ അവില് ചൂടാക്കിയിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്തതാണ്. പിന്നെ ശർക്കര, തേങ്ങ, ഗീ. നല്ല ടേസ്റ്റ്. അധികം മധുരമില്ല അല്ലേ? സ്വീറ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള സംഭവം ചായയോടെ കഴിക്കാൻ ഗംഭീരമായിരിക്കും. സോ അമൃത, ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഭയങ്കര നമുക്ക് മനസ്സിലായി. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാംഗ്ലൂരാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രൊഫഷണലി പഠിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്? ഞാൻ ബേസിക്കലി മാസ്റ്റേഴ്സ് സോഷ്യൽ വർക്കിലാണ്, MSW ആണ്. അപ്പം ഞാൻ നാട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഹോസ്പിറ്റലിൽ കൗൺസിലർ ആയിട്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിന്റെ കൂടെ ഷിഫ്റ്റ് ചെയ്തതാണ്. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കരിയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടും യോജിക്കുന്ന, കാരണം ആളുകളെ കാണുകയും അവരുടെ ലൈഫിനൊക്കെ റിലേഷൻഷിപ്പും ഗസ്റ്റ് റിലേഷൻഷിപ്സും ആളുകളുടെ കാര്യങ്ങളൊക്കെ തിരക്കുക, അവർക്ക് കൗൺസിൽ ചെയ്യുക, അതൊക്കെ എല്ലാം ചെയ്യുന്നതല്ലേ ഇതെല്ലാം? ഓക്കെ. സോ എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലും ഈ ഒരു പ്രൊഫഷണലി ഓൾറെഡി നിങ്ങൾക്കൊരു സ്കില്ലുള്ളൊരു സെറ്റ് സമ്പാദിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം ഇത് ഇൻബിൽട്ടായിട്ട് കിട്ടിയ സംഭവത്തിനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യോജിച്ച് പോയി വലിയൊരു രീതിയിൽ എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സുസ്മിത, ഷോയിൽ വരാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറേ നേരം സംസാരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ എല്ലാ സംഭവങ്ങളും നേരിട്ട് കാണാൻ പറ്റി. ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി എല്ലാത്തിനും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സുസ്മിതയുടെ നെക്സ്റ്റ് കരിയറിലും ഉടനീളം വന്നുകൊണ്ടേയിരിക്കും. ആഗ്രഹിച്ച കഥാപാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിനിമകളും ഒക്കെ എത്രയും വേഗം തേടിയെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. സോ സെയിം ആസ് അമൃത, ഈ പറഞ്ഞ പോലെ ഒരു എൻ്റർപ്രണർ എന്ന നിലയിൽ ഈ ഒരു പാഷൻ, കുക്കിങ്ങിനോടുള്ള ഇഷ്ടം, അത് തുടരുക. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. രണ്ടുപേർക്കും വലിയൊരു താങ്ക് യു. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ തീരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ ഫുഡ് സ്റ്റോറീസും ഗസ്റ്റിൻ്റെ കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.